ദൈവമേ നിൻമുഖം കാണുവാനായി, നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി. ദൈവമേ നിൻമുഖം കാണുവാനായി, നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി. നിൻ ദിവ്യകാന്തിയിൽ മുങ്ങുവാനായി മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ, മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ. ദൈവമേ നിൻമുഖം കാണുവാനായി, നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി. നിൻ കാന്തി മഞ്ഞിതിൽ ചിന്തിടുമ്പോ പൊങ്കാവ് പുഞ്ചിരി തൂകിടുന്നു. നിൻ കാന്തി മഞ്ഞിതിൽ ചിന്തിടുമ്പോ പൊങ്കാവ് പുഞ്ചിരി തൂകിടുന്നു. പൈങ്കിളിപ്പാടി പറന്നിടുന്നോ, സർവവും നിന്നെ പുകഴ്ത്തിടുന്നു. പൈങ്കിളിപ്പാടി പറന്നിടുന്നു, സർവവും നിന്നെ പുകഴ്ത്തിടുന്നു. ദൈവമേ നിൻമുഖം കാണുവാനായി, നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം സങ്കീർത്തനങ്ങൾ 109:22 വാക്യം. Psalm 109 verse 22. For I am poor and needy, and my heart is wounded within me. ഞാൻ അരിഷ്ടനും ദരിദ്രനുമാകുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. ആമേൻ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ദ ഗോഡ് ഹൂ ഹീൽസ് വൂണ്ട്. ഇന്നെവിടെ നോക്കിയാലും പലവിധ കാരണങ്ങളാലും ഹൃദയം മുറിഞ്ഞ് വേദനിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഉറ്റവരും സ്നേഹിതരും ഹൃദയത്തിൽ ആഴമായ മുറിവുകൾ ഉണ്ടാക്കാം. ഭർത്താക്കന്മാരുടെ ക്രൂരമായ പീഡനങ്ങൾ ഭാര്യമാരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കാം. മാതാപിതാക്കൾ വൃദ്ധരാകുമ്പോൾ മക്കളുടെ ക്രൂരമായ പെരുമാറ്റങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കാം. ഒരിക്കൽ ദാവീദ് ഇങ്ങനെയാണ് പാടിയത്. അതാണ് കുറിവാക്യമായിട്ട് ആത്മാവ് നമുക്ക് തന്നത്. സങ്കീർത്തനങ്ങൾ 103:22 വാക്യം. ഞാൻ അരിഷ്ടനും ദരിദ്രനും ആകുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. തകർന്നവരുടെ മുറിവുകളെ ദൈവം കെട്ടുന്നു എന്നതിന് നമ്മുടെ തിരുവചനത്തിൽ, സത്യവേദ പുസ്തകത്തിൽ തകർന്നവരുടെ മുറിവുകളെ ദൈവം കെട്ടുന്നു എന്നതിന് ദൈവവചനത്തിൽ അനേകം വാക്യങ്ങളുണ്ട്. സങ്കീർത്തനങ്ങൾ 34:18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. ഈ തിരുവചനം നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ വളരെ വ്യക്തമായി നമുക്കവിടെ കാണാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും എന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താവവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. അപ്പം ദൈവം വസിക്കുന്നത് മനോവിനയമുള്ളവരുടെ കൂടെയാണ്. അഹങ്കാരികളുടെ കൂടെ പിശാച് പോലും വസിക്കത്തില്ല. 147-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യമൊന്ന് നമുക്ക് ശ്രദ്ധിച്ചാലോ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. എന്നോടൊപ്പം ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ.
ആമേൻ. യേശു ഭൂമിയിൽ വന്നത് ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനുമാണെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ജീവിതത്തിലെ വേദനകളുടെ നിമിഷങ്ങളിൽ ജീവിതത്തിലെ നന്മകളെ ഓർത്ത് എണ്ണി എണ്ണി സ്തുതിക്കുക. ഏതൊക്കെയാണത്? കാണുന്ന കണ്ണ്, കേൾക്കുന്ന ചെവി, ഉത്സാഹമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ശരീരം, ശ്വസിക്കുവാനുള്ള കഴിവ്, എഴുതുവാനും വായിക്കുവാനുമുള്ള കഴിവ്, ക്ഷമിക്കുവാനുള്ള മനസ്സ്, വിദ്യാഭ്യാസം, ചുറ്റുപാടുകൾ, സർവോപരി ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യം. ഇങ്ങനെ എന്തെല്ലാം നമുക്ക് ചിന്തിച്ച് എണ്ണി എണ്ണി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും അല്ലേ? അപ്രകാരം ചെയ്യണം. വേദനകളും മുറിവുകളും വരുമ്പോൾ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് വ്യസനപാത്രമായി രോഗവും ദുഃഖവും ശീലിച്ചവനായും സകലരും മുഖം മറച്ച് കളയത്തക്കവണ്ണം വിരൂപനായി എല്ലാ തരത്തിലും മുറിവേറ്റവനായി കിടന്നവനെ ധ്യാനിക്കുന്നത് നമ്മുടെ മുറിവുകളെ ഉണക്കും. ആരാണത്? കർത്താവ് യേശുവിനെ ധ്യാനിക്കുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഏറ്റിരിക്കുന്ന മുറിവുകളെ സൗഖ്യമാക്കും. ഇബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ശ്രദ്ധിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. നമ്മുടെ ധ്യാനത്തിൻ്റെ കേന്ദ്ര ബിന്ദു കർത്താവായ യേശു ക്രിസ്തുവാണ്. 73-ാം സങ്കീർത്തനം 26-ാം വാക്യം. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകുന്നു. തിരസ്കരിക്കപ്പെട്ടവരുടെ വേദന ദൈവം അറിയുന്നു എന്നുള്ളത് ഹൃദ്യമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഏതു സാഹചര്യത്തിലും ദൈവത്തിൻ്റെ ദയ നമ്മെ പിന്തുടരും. മനോഹരമായ വാഗ്ദത്തങ്ങൾ നൽകി ഈ അധ്യായം അവസാനിക്കുന്നു. ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകാം. യെശയ്യാ 54-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ഹൃദയപൂർവ്വം ശ്രദ്ധിച്ചാലോ? പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. അരിഷ്ടതയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളും ആയുള്ളവേ, ഞാൻ നിന്റെ കല്ല് അജ്ഞാനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെ ഒക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. നിന്റെ മക്കൾ എല്ലാവരും കർത്താവിനാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നീതിയാൽ നീ സ്ഥിരമായി നിലനിൽക്കും. നീ പീഡനത്തോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാൻ ഇല്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും. അത് നിന്നോട് അടുത്തു വരികയില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും പുത്രം വഴി കേൾക്കുന്നതിനായി ഉത്തരം തരുന്നതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന വൈദ്യൻ്റെ പാതയിൽ തന്നെ സഞ്ചരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്മേൽ വച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഒരു ദുഷ്ടനും ഞങ്ങളുടെ കൂടാരങ്ങളെ അടുക്കാതെ, ഞങ്ങളുടെ ജീവിതത്തെ തൊടാതെ സ്വർഗം ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞനുഗ്രഹിക്കുന്നപ്പ ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തുന്നതിനായി സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ തിരുക്കരങ്ങൾ തരുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ വെച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. തകർന്നു പോകാതെ, നുറുങ്ങിപ്പോകാതെ ഉള്ളംകൈയിൽ അവരെ വഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യമേ, ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ രാജ്യങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, യുദ്ധത്തിൻ്റെ കെടുതിയിൽ വേദന അനുഭവിക്കുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ത്യയിലെ പട്ടാളക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സൈന്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ വയലിൽ സുവിശേഷ വേല ചെയ്യുന്ന വിശുദ്ധരെ സമർപ്പിക്കുന്ന അവരെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സുവിശേഷം അറിയിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ള പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിശുദ്ധകരം മക്കളുടെ മേൽ വയ്ക്കണമേ. അവർക്ക് എതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ നിയമങ്ങളും സ്തോത്രം എൻ്റെ കർത്താവിൻ്റെ നാമത്താൽ അനുകൂലമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ സ്തോത്രം, 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 സ്തോത്രം. ദൂരസഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന വിശുദ്ധ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിൻ്റെ ഉള്ളം കയ്യിൽ അവരെ വഹിക്കണമേ. ഒരനർത്ഥവും ഭവിക്കാതെ അവരുടെ അനുദിന ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നോട്ടോടുവാൻ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയാചനം കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മാനത്തു മിന്നുന്ന താരങ്ങളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും, മാനത്തു മിന്നുന്ന താരങ്ങളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും, മുറ്റത്ത് പൂക്കുന്ന പൂമുല്ലയും, സർവേശ്വരാ നിന്നെ വാഴ്ത്തിടുന്നു. മുറ്റത്ത് പൂക്കുന്ന പൂമുല്ലയും, സർവേശ്വരാ നിന്നെ വാഴ്ത്തിടുന്നു. ദൈവമേ, നിൻ മുഖം കാണുവാനായി, നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാൻ